വൈപ്പിനിൽ ഇനി കരുതലിന്റെ കൈത്താങ്ങ്. റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ വൈപ്പിൻ ഐലൻഡിന്റെ നേതൃത്വത്തിൽ ആംബുലൻസ് സർവീസിന് തുടക്കമായി. ആദ്യയാത്രയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം വൈപ്പിൻ MLA ടോണി ചമ്മണി ഉദ്ഘാടനം ചെയ്തു. This news brought to you by Kalpaga Weddings, North Paravoor. ഡയാലിസിസ് രോഗികൾക്ക് വൈപ്പിൻ റോട്ടറി ക്ലബിന്റെ സഹായഹസ്തം. നിർധനരായ രോഗികൾക്ക് കൈത്താങ്ങായി റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ വൈപ്പിൻ ഐലൻഡ്. ഡയാലിസിസിനായി ആശുപത്രികളിലേക്ക് പോകുന്ന നിർധനരായ രോഗികൾക്ക് സൗജന്യ ഗതാഗത സൗകര്യം ഒരുക്കുന്നതിനോടൊപ്പം പ്രതിമാസം 2000 രൂപയിൽ കവിയാത്ത മരുന്നുകളും സൗജന്യമായി ലഭ്യമാക്കുന്ന പദ്ധതിക്കാണ് റോട്ടറി ക്ലബ്ബ് തുടക്കമിട്ടിരിക്കുന്നത്. റോട്ടറി ക്ലബിന്റെ ആംബിയൻസ് ഓഫ് പീസ് ത്രൂ ആംബുലൻസ് സർവീസ് എന്ന പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച ആംബുലൻസ് സർവീസിന്റെ ഫ്ളാഗ് ഓഫ് വൈപ്പിൻ MLA ടോണി ചമ്മണി നിർവഹിച്ചു. ഭവനവുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ ഭവനം നിർമ്മിക്കുന്നുണ്ട്. എല്ലാ ദിവസവും വരുന്നത് ചികിത്സ സഹായ ഭവനം. ഞാൻ അദ്ദേഹത്തോട് ആ കാര്യം സൂചിപ്പിച്ചത്, ടോണി, നിങ്ങളുടെ ഓഫീസിൽ വരുന്ന എല്ലാ ഭവന നിർമ്മാണത്തിന്റെ അപേക്ഷ ഞങ്ങളെ എത്തിക്കും. ഞങ്ങളോട് പരിശോധന വേണം. ഞങ്ങളൊരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി കൂടി പരിശോധന നടത്തി ഞാൻ 100 വീടുകളാണ് അദ്ദേഹം നിലവിലപ്പുറത്ത് പറഞ്ഞു. അതിനപ്പുറത്തേക്ക് പോകും. ഒരു ജനപ്രതിനിധി എനിക്ക് എന്തൊരു ആശ്വാസമാണ്. സമൂഹത്തിലെ അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് സഹായഹസ്തം ഗവൺമെന്റ് മാത്രം വിചാരിച്ചത്. ഗവൺമെന്റ് തദ്ദേശ സ്ഥാപനം കൊണ്ട് മാത്രം ആളുകളുടെ ജീവിത പ്രയാസങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. അവിടെയാണ് സുമനസ്സുകളായ ആളുകളും നിങ്ങളെ പോലെ റോട്ടറി പോലുള്ള സന്നദ്ധ സംഘടന കൂടി ചേർന്ന് സമൂഹത്തിൽ സഹായകരായ ജീവിത പ്രശ്നമുള്ള ആളുകളുടെ സഹായിക്കാൻ മുന്നോട്ട് വരും. ആ നിലയിൽ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ നാട്ടിലെ ജനങ്ങൾ പ്രിയപ്പെട്ട ജോലിച്ചിട്ട് അങ്ങോട്ടൊപ്പം ഉണ്ടാവുന്ന പറയുന്നത് ഈ നാടകത്ത് പങ്കെടുക്കണം. ആ നിലയിൽ അത് റോട്ടറി ക്ലബ് എന്ന ഒരു മഹത്തായ പ്രസ്ഥാനത്തിനും കൂടി യശസ്സാകുന്ന നിങ്ങളുടെ സാമൂഹ്യ സേവന ചരിത്രത്തിന്റെ കൂടി ഭാഗമായി ചടങ്ങിന്റെ ഭാഗമായി നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് പ്രോത്സാഹനം നൽകുന്നതിനായി പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്തു. ചടങ്ങിൽ റോട്ടറി ക്ലബ് പ്രസിഡന്റ് ജോളി കെ അധ്യക്ഷത വഹിച്ചു. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു ഭവനമാണ്. അപ്പൊ ആ ഭവന പദ്ധതിയാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചത്. 2024, 2025, 2026 കാലഘട്ടത്തിൽ ഏകദേശം 30ഓളം വീടുകൾ ഡിസ്ട്രിക്റ്റിന്റെ സഹായത്തോടു കൂടി ഞങ്ങൾ പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ 100 വീട് പൂർത്തിയാക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ആ 100 വീട് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അന്നൊരു പ്രഖ്യാപനം നടത്തി. 1 കോടി രൂപ ഞാൻ ആ പദ്ധതിയിലേക്ക് സംഭാവന ചെയ്യുന്നത് പറയുകയും അന്ന് 50 ലക്ഷം രൂപ കൊടുക്കുകയും അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ പദ്ധതികൾ ഞങ്ങൾ ആരംഭിക്കുകയും ചെയ്തത്. എന്നാൽ ഭവന പരിപാടി ഞങ്ങൾ ആരംഭിച്ചിട്ടില്ല. കാരണം മഴയുടെ ഒരു പ്രശ്നം കൊണ്ടിട്ട് ഞങ്ങളത് ആരംഭിക്കാൻ പറഞ്ഞിരുന്നു. നമ്മുടെ ജോലിക്കാർ തന്നെ പറഞ്ഞ് കുറച്ച് വൈകിട്ട് തുടങ്ങിയാൽ മതി. അപ്പൊ ഞങ്ങൾ അതിന് വേണ്ടി ഒരു 8 കമ്മിറ്റിയെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ 8 കമ്മിറ്റി പരിശോധന നടത്തിയിരുന്നു. ഏകദേശം 15ഓളം വീടുകൾ ഞങ്ങളിപ്പം ചെയ്തു കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക്. അത് 1-ാം തീയതി തന്നെ സെപ്റ്റംബർ 1-ാം തീയതി തന്നെ എല്ലാ വീടുകളുടെയും പരിപൂർണമായിട്ട് എല്ലാ വീടുകളുടെയും പണി ഒരേ സമയത്ത് തുടങ്ങാനുള്ള തീരുമാനമാണ്. കാരണം വ്യത്യസ്തമായ പണിക്കാരാണ് ഓരോ വീടുകളും പഠിക്കുന്നത്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു പത്രസമ്മേളനം നടത്തിയിരുന്നു. ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, ഞങ്ങൾ ഈ വീടുകളെല്ലാം പരിശോധിക്കാൻ ചെന്നപ്പോൾ വളരെ വിഷമഘട്ടത്തിലുള്ള ഒരവസ്ഥയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പൊ ഞങ്ങളത് തീരുമാനത്തിൽ ചെറിയൊരു ചേഞ്ചസ് വരുത്തി. ഈ 50 വീടാണ്ട് 100 വീടല്ല, എല്ലാവർക്കും ഭവനം, എല്ലാവർക്കും ഭവനം. ഈ ഒരു വർഷം മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ എല്ലാവർക്കും ഭവനം എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. റോട്ടറി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ റൊട്ടേറിയൻ ജോസ് ചാക്കോ, സെക്രട്ടറി റൊട്ടേറിയൻ അഡ്വക്കേറ്റ് VP സാബു, റൊട്ടേറിയൻ സതീഷ് വാര്യർ, റൊട്ടേറിയൻ S വേണുഗോപാൽ, റൊട്ടേറിയൻ KK ഹുസൈൻ എന്നിവർ പ്രസംഗിച്ചു. അദ്ദേഹം ഒരു ദിവസം തന്നെ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിൽ സഹായം അഭ്യർത്ഥിച്ചു വരുന്നത് പല പ്രബുദ്ധരായ രാഷ്ട്രീയ നേതാക്കന്മാർ അല്ലെങ്കിൽ പ്രതികളുടെയൊക്കെ വീട്ടിൽ വരുന്നതിനേക്കാൾ കൂടുതലാണ്. ജനങ്ങളെ നേരിട്ടറിയുന്ന, ജനങ്ങളുടെ മനസ്സ് അടുത്തറിയുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമയായിട്ട് മനസ്സാക്ഷിയുള്ള ഒരു വ്യക്തിയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ വർഷത്തെ അദ്ദേഹത്തിന്റെ വലിയൊരു പദ്ധതിയാണ് പാർക്കണം ഗവൺമെന്റ് പ്രോജക്റ്റാണ്
അതുപോലെ തന്നെ ഈ ആംബുലൻസ് സർവീസ്, എഡ്യൂക്കേഷൻ മേഖലകളിൽ അതൊരു മേഖല, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇന്നത്തെ നമ്മുടെ ഈ പ്രൊജക്ട്സ് ഉദ്ഘാടനം ചെയ്യുന്ന എല്ലാവർക്കും പ്രിയങ്കരനായ വൈപ്പിൻകരയിലെ വികസനത്തിന്റെ വെളുത്ത പുക ഉയർത്താൻ കഴിവുള്ള ചിമ്മിനികൾക്ക് കൈവശമുള്ള ശ്രീ ടോണി ചമ്മി അവരാണ്. ഡയാലിസിസ് ചികിത്സയ്ക്കായി നിരന്തരം ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് ഏറെ ആശ്വാസമാകുന്നതാണ് റോട്ടറി ക്ലബിന്റെ ഈ സേവന പദ്ധതി. ന്യൂസ് ഡെസ്ക്, നാട്ടുവാർത്ത, ഞാറക്കൽ.